ഹലോ അജയ്, ഞാൻ എറണാകുളത്ത് നിന്നാണ്. ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോക പ്രശസ്ത മാമ്പഴം നാം ഡോക് മായിയെക്കുറിച്ചാണ്. നാം ഡോക് മായി എന്ന് പറഞ്ഞാൽ വളരെ അതീവ രുചിയുള്ളതും കാണാൻ വളരെ ഭംഗിയുള്ളതും ആയ ഒരു തായ്ലൻഡ് സ്വദേശിയാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായി ഈ മാവ് കായ്ക്കുന്നുണ്ട്. ഏതൊരു വീട്ടുമുറ്റത്തും നടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാവിനമാണ് നാം ഡോക് മായി. ഡോക് മായി നട്ടത് ഒരു 500 ലിറ്റർ വാട്ടർ ടാങ്കിലാണ്. നടുമ്പോൾ ഈ ചെടിക്ക് ഏകദേശം 3.5 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു. 3 വർഷം കൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഈ മരം വളർന്ന് ഏകദേശം 40ഓളം മാങ്ങകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മരത്തിന് ഞാൻ കൊടുക്കുന്ന വളപ്രയോഗം വിശദീകരിക്കാം. വർഷത്തിൽ 4 തവണ ജൈവവളം ഞാൻ കൊടുക്കാറുണ്ട്. അത് മെയ്യിൽ, ഓഗസ്റ്റ്, നവംബർ, പിന്നെ ഫെബ്രുവരി. 2 കിലോ ചാണകപ്പൊടി, 1 കിലോ ഓർഗാനിക് മിക്സ്ചർ. ഓർഗാനിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളത് ബോൺ മീൽ, നീം കേക്ക്, ഗ്രൗണ്ട് നട്ട് കേക്ക്, കാസ്റ്റർ കേക്ക് ഇവയാണ്. വർഷത്തിൽ 4 തവണ ജൈവവളം കൊടുക്കുന്നത് കൂടാതെ ഞാൻ അടുത്ത 6 മാസം NPK 19-19-19 കൊടുക്കും. അത് ഇതുപോലെ 3 വർഷം പ്രായമുള്ള ചെടിക്ക് ഞാൻ 50 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ജൂൺ ജൂലൈ മാസം നല്ല മഴയുള്ള സമയത്ത് ഞാൻ ഒരു വളവും കൊടുക്കാറില്ല. ഇതുകൂടാതെ വർഷത്തിൽ 4 തവണ ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാറുണ്ട്. ഈ മൈക്രോ ന്യൂട്രിയൻസിൽ ഒരു 9 മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം, സൾഫർ, മാംഗനീസ്, കാൽഷ്യം, സിങ്ക്, ബോറോൺ, അയേൺ, കോപ്പർ, മോളിബ്ഡനം. ഇത്രയും മൂലകങ്ങൾ ഈ മൈക്രോ ന്യൂട്രിയൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ 3 വർഷം പ്രായമുള്ള ചെടിക്ക് 50 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതുകൂടാതെ എല്ലാ 3 മാസവും 50 ഗ്രാം എപ്സം സോൾട്ട്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ്, അതും ഞാൻ വീണ്ടും കൊടുക്കാറുണ്ട്. ഇത് കുറച്ചുകൂടി ചെടിയുടെ ഹരിതകം വർദ്ധിക്കാനായിട്ട്. ഒരു നാം ഡോക് മായി പറിച്ചാലോ? മാങ്ങ നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ്. കുറച്ചുകൂടി മോൾ ഭാഗം പഴുക്കാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.